ഈ കരച്ചിൽ എപ്പോഴും ഉണ്ടാകും. അത് മഹബ്ബത്തുണ്ടെങ്കിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാവൂല. അങ്ങനെയാണ് സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, 15 കിലോമീറ്റർ നടക്കേണ്ടി വന്നു പലർക്കും. ഞങ്ങൾ നേരത്തെ പോയി അവിടെ എത്തിയതുകൊണ്ട് തിരക്കൊന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ രാത്രിയൊന്ന് ഒരൽപ്പം ഉറങ്ങാൻ വേണ്ടി കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടുന്ന് മടങ്ങി വരുമ്പോഴേക്ക് റോഡ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി 1 ഇഞ്ച് പോലും കാറ് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കാത്ത വിധമായി. പക്ഷേ എന്നെയും സുലൈമാൻ ഉസ്താദിനെയും കണ്ടപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാര് എങ്ങനെയോ ജനങ്ങളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഞങ്ങൾക്ക് വഴി തന്നു. ഞങ്ങൾ അതാ ജനാസ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ അവിടെ വീണ്ടും ഞങ്ങളെത്തി. ആ സമയത്ത് നിങ്ങൾ നോക്കണം, 15 കിലോമീറ്ററോളം ജനങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ തലേന്ന് രാത്രി അവിടെ ഹിന്ദുക്കളുടെ ഒരു ഉത്സവമുണ്ടായതുകൊണ്ട് നേരെ വഴിക്ക് നമ്മൾ പോകണ്ട, അവിടെ ബ്ലോക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞ് വളഞ്ഞ വഴിക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കടന്നടക്കുന്ന ഉത്സവം പോലും അവര് തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്ക് അവിടുത്തെ RSSകാരും അവിടുത്തെ ഹിന്ദുക്കളും മുഴുവനാളുകളും സൗകര്യം ചെയ്തു കൊടുത്തു. നടന്നു പോകുന്നവർക്ക് വണ്ടി എവിടെയെങ്കിലും വെക്കണമല്ലോ, ആ വണ്ടി അവരുടെ പറമ്പിലേക്ക് കയറ്റിവെക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സുബഹി നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളെ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഒളു ചെയ്തു നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാ ആളുകളും അവിടെ വന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് അവിടുത്തെ ഹിന്ദു മുസ്ലിം ഭേദമന്യേ എല്ലാവർക്കും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ മനസ്സിലായതുകൊണ്ടാണ്, താജുൽ ഉലമയോടുള്ള പ്രിയം കൊണ്ടാണ്. പക്ഷേ ചില ആളുകൾക്ക് മാത്രം അങ്ങോട്ട് ദൂരമേറിപ്പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പോൽ മലപ്പുറത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് കാസർഗോഡും മംഗലാപുരത്തും ഒരു ചെറിയ കട ഉദ്ഘാടനമുണ്ടെങ്കിൽ കാറിൽ ഓടി അവിടം വരെ പോകുന്നവർ, ഏതെങ്കിലും ഒരു ചെറിയ കല്യാണമുണ്ടെങ്കിൽ അവിടം വരെ ഓടിപ്പോകുന്നവർക്ക് സുബ്ഹാനല്ലാഹ് താജുൽ ഉലമയുടെ സ്ഥലം ദൂരെയായതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കടുത്ത ഹൃദയത്തിന് നമ്മളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി വെളിച്ചത്ത് കൊണ്ടുവരുമാറാകട്ടെ, ബാത്തിലിനെ ബാത്തിലായി അല്ലാഹു തആല നശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ എല്ലാ നല്ല ജനങ്ങളും ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് ഇഷ്ടം വെക്കാനുള്ള കാരണമെന്താണ്? അത് നിങ്ങൾ കേട്ടതാണ്. മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅ. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ ആയാൽ അല്ലാഹു അവന്റെ കൂടെയാകും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രസംഗിച്ചു. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ദർസ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്. വലിയ വലിയ കിതാബ് വന്ന വലിയ മുതഅല്ലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അന്നത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഉടുപ്പി ഖാദി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ. ഉടുപ്പിയിലും പരിസരത്തുമൊക്കെ ഖാദിയാണ്. കർണാടകയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് അലിക്കുഞ്ഞി മുസ്ലിയാർ. അവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓതിപ്പടിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ദർസ് നടത്തിയിരുന്നത്? ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ, അവരെ മുമ്പിൽ ജയിക്കാൻ വേറൊരാൾക്ക് കഴിയൂല. അത്ര വലിയ അറിവുള്ള മഹാന്മാർ
അവരൊക്കെ താജുൽ ഉലമയോട് ചോദ്യം ചോദിക്കുമ്പോൾ കിതാബ് നോക്കാതെ തുഹ്ഫയടക്കമുള്ള കിതാബുകൾ ദർസ് നിർത്തി ഖാദിയും ഹംദുല്ലയും മുസല്ലമും അതുപോലത്തുള്ള കിതാബുകൾ മുഴുവനും ദർസ് നടത്തി അങ്ങനെ വലിയ നെഞ്ചൂക്കുള്ള പണ്ഡിതൻ അലിമീങ്ങളുടെ ഗുരുനാഥൻ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഹക്കിനെതിരായി ഒരു വാക്ക് പോലും പറയാത്ത വ്യക്തി ഹക്ക് എവിടെ കണ്ടാലും അതിനെ സ്വീകരിക്കുകയും ബാത്തിലിനെ എവിടെ കണ്ടാലും എതിർക്കുകയും ഹക്കിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന മഹാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടുത്തെ പാഠപുസ്തകത്തിൽ ഒരു പാഠം ബിദ്അത്തുകാരോടുള്ള സമീപനത്തെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകമുണ്ടായിരുന്നു. ആ പാഠപുസ്തകം അതിൽ നിന്ന് ഈ പാഠം എടുത്തു കളയണം എന്ന് ചില ആളുകളൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്തയുടെയും യോഗങ്ങളിൽ ചർച്ചയായി ഈ കാലഘട്ടത്തിലേക്ക് യോജിക്കാത്ത ചില വാക്കുകളുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് എടുത്തു കളയണമെന്ന് ചിലർ പറഞ്ഞു. ആ പാഠം എടുത്തു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനാള് പേര് പറയുന്നില്ല, പാഠം എടുത്താൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് നമുക്ക് ആ ബുക്ക് തന്നെ അങ്ങ് എടുത്തു കളയാം എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സയ്യിദ് കാവി പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്കൊന്നും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് തോന്നതാ. പ്രവർത്തകന്മാർക്ക് കൊടുക്കുക, ഒരുപാട് ഉണ്ട്, ആളുകൾ ധാരാളം ഉണ്ടല്ലോ. ആരും ശ്രദ്ധ മാറാതെ നിങ്ങളത് വാങ്ങി വെക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് കഴിഞ്ഞു. സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആരും വാങ്ങണ്ട, ഭക്ഷണം വാങ്ങണ്ട, അവർക്ക് ഇവിടെ സാധാരണ പോലെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത ആളുകളൊക്കെ വാങ്ങുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ബിദ്അത്തുകാരോടുള്ള നയം അറുപത് കൊല്ലത്തിലധികം നമ്മൾ പഠിപ്പിച്ചു വന്ന, നമ്മളോട് സ്വീകരിച്ചു വന്ന ആ നയം മാറ്റുന്നതിനു വേണ്ടി ബുക്ക് മാറ്റാനും പാഠം മാറ്റാനും ഒരു വഴി പോലും മാറ്റാനും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഭൂരിപക്ഷമുള്ളതിൽ ഞങ്ങൾക്കങ്ങനെ ദീനിനെതിരായ ഒരു ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് 10 പേർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഇറങ്ങി വന്നിട്ട് കാറിലിരുന്നപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ കണ്ണുനീര് വാർത്തുകൊണ്ട് ദ്വാർന്നു, പടച്ചവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചത് ഹക്ക് പറയാനും പഠിപ്പിക്കാനുമാണ്. അത് പറയാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളെ ഈ കസേലയിലേക്ക് ഇനി മടക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നിറങ്ങിയത്. അതേ സമയത്ത് ഞങ്ങൾക്ക് ഹക്ക് പറയാനുള്ള എല്ലാ കഴിവും നൽകണം അല്ലാ എന്നുകൂടി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ ദുആ കബൂലായി. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഇവിടെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. അതിന് വ്യക്തമായ തെളിവല്ലേ ആ സമസ്തയുടെ കീഴിലുള്ള യുവസംഘടനയാണ് SYS. ആ SYS നടത്തിയ മീലാദ്
കോൺഫറൻസ് കോഴിക്കോട്ട് നിങ്ങളിൽ അല്പപേരെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ കോഴിക്കോട്ട് കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി, റോഡുകളും നിറഞ്ഞു കവിഞ്ഞു ഒഴുകി ആളുകളെത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം, സിറാജിന്റെ ചെറിയ ഒരു പരസ്യം കൊണ്ട് മാത്രമാണ്.